ആലപ്പുഴ ജിംഖാന, ഡയറക്ടർ ഖാലിദ് റഹ്മാൻ, റൈറ്റേഴ്സ് ഖാലിദ് റഹ്മാൻ, രതീഷ് രവി, അതുപോലെ തന്നെ ശ്രീനി ശശീന്ദ്രൻ. 2025 തുടങ്ങിയപ്പോൾ കാണാൻ ആഗ്രഹമുള്ള സിനിമേനകത്ത് ഏറ്റവും മുന്നിൽ നിന്നിട്ടുള്ള ഒരു സിനിമയാണ് ആക്ച്വലി ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന സിനിമ. സോ വിഷു റിലീസായിട്ട് വന്നിരിക്കുകയാണ്. സ്റ്റാറിംഗ് നെസ്ലിൻ, അതുപോലെ തന്നെ സന്ദീപ് പ്രദീപ്, അനഘ രവി, ഗണപതി, അതുപോലെ തന്നെ ബേബി ജീൻ, കോട്ടയം നസീർ, അതുപോലെ തന്നെ ലുക്മാൻ, ഇവരൊക്കെ ഇതിനകത്തുള്ള മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. ഒരു സെറ്റ് ഓഫ് ഈ ഖാലിദ് റഹ്മാൻ ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ +2 ഒന്നും ആകാതെ പോയിട്ടുള്ള കുട്ടികൾ അടുത്ത എന്താണ് പരിപാടി എന്ന് പറയുമ്പോൾ ബോക്സിംഗ് പഠിച്ചേക്കാം എന്നുള്ള രീതിയിൽ ഉള്ള ഒരു പരിപാടി. ഒരു യങ് സെറ്റ് ഓഫ് ആൾക്കാർ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു എനർജി, അതാണ് ആക്ച്വലി സിനിമയുടെ യുണീക്ക് സെല്ലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആക്ച്വലി എനിക്ക് തോന്നുന്നു ഖാലിദ് റഹ്മാൻ കഥയടക്കം പറഞ്ഞത്. കാരണം കഥയോ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, ഇതിനകത്തൊരു അവരൊരു ഇത്രയും യങ് ആയിട്ടുള്ള ആൾക്കാർ വരുന്ന സമയത്തേക്ക് നമുക്ക് ജനറേറ്റ് ചെയ്യുന്ന ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവുമല്ലോ. സോ അതാണ് ആക്ച്വലി ഈ സിനിമയുടെ യുണീക്ക് സെല്ലിംഗ് പോയിന്റ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. നെസ്ലിൻ ഒരു എന്താ പറയുക, നെസ്ലിൻ്റെ ഒരു ടെംപ്ലേറ്റ് പരിപാടി തന്നെയാണ്. എന്നാൽ പോലും ഒന്ന് മാറ്റിപ്പിടിച്ച് ഒരു കുറച്ചും കൂടി വന്നിട്ട് എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി നെസ്ലിൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഒരു പരിധി വരെ വിജയിക്കുകയും ചെയ്തു. പല സ്ഥലങ്ങളിലും കോമഡി എന്ന് പറയുന്നത് അതിൻ്റെ ടൈമിങ് വെരി ഇമ്പോർട്ടൻ്റ്. നമ്മൾ എന്ത് തന്നെ വന്നിട്ട് ഒരു ലിമിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കോമഡി ടൈമിംഗ് എന്ന് പറയുന്നത് ചില്ലറ കാര്യമില്ല. കോമഡി ടൈമിംഗ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് വളരെ നന്നായിട്ട് ആക്ച്വലി നെസ്ലിൻ കൈകാര്യം ചെയ്യുന്നുണ്ട്. എന്നെ ഭയങ്കരമായിട്ട് സർപ്രൈസ് ചെയ്തിരുന്നത് ആക്ച്വലി ബേബി ജീൻ്റെ ക്യാരക്ടറാണ്. ശരിയായ പൊളി. അതായത് വെച്ചാൽ നമുക്ക് പുള്ളിനെ കാണുമ്പോൾ തന്നെ കാരണം പുള്ളിക്കാരനെ ഈ കലിപ്പ് മോഡിൽ മാത്രം കണ്ടിട്ട് പെട്ടെന്ന് നമ്മൾ ഫസ്റ്റ് സീനിൽ തന്നെ പുള്ളി നമ്മളെ ഇംപ്രസ് ചെയ്ത് നമ്മളെ ചിരിപ്പിക്കുകയാണ് ആക്ച്വലി ബേബി ജീൻ്റെ ക്യാരക്ടർ. നല്ല അടിപൊളി ക്യാരക്ടറായിട്ട് ഫീൽ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ വന്നിട്ട് നമ്മുടെ ലുക്മാൻ ഒരു കലിപ്പ് ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സിനിമേൻ്റെ അകത്ത് വന്നിട്ട് ഈ തല്ലുമാല ഒക്കെ പറഞ്ഞ പോലെ തന്നെ വെച്ചാൽ പ്രത്യേകിച്ച് ഒരു മൂവ്മെന്റ് സ്റ്റോറിക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. പക്ഷേങ്കിൽ ഒരു സ്ക്രീൻ പ്ലേ ബേസ് ചെയ്തിട്ട് സിനിമ മൂഡ് മാറാതെ മുമ്പോട്ടേക്ക് നീങ്ങുന്നുണ്ട്. അത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പിന്നെ എന്താ പറയുക, ഒരു മാസ് ഓഡിയൻസിന്റെ കൂടെ ഇരുന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഓറ, അതും ഈ സിനിമയ്ക്ക് അവകാശപ്പെടാനുണ്ട് എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഒരു ഹോളിഡേ സീസണൊക്കെ ആകുന്ന സമയത്തേക്ക്. ടെക്നിക്കൽ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ മ്യൂസിക് ആയിരിക്കുന്നത് വിഷ്ണു വിജയാണ്. പാട്ടുകൾ ഇറങ്ങിയിട്ടുള്ള ഒരു പാട്ട് അത് വളരെ നന്നായിട്ട് ഫീൽ ചെയ്തു. അത് കേൾക്കുന്ന സമയത്ത് നല്ല രസമുണ്ടായി. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും നമുക്ക് ഒരു റാപ്പും പരിപാടിയൊക്കെ ആയിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ആസ് ആൻഡ് വെൻ അത് വരുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിലുള്ള സ്ക്രീൻ പ്രസൻസ് ആ ഒരു പെർട്ടിക്കുലർ സീനിന് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ബോക്സിങ്ങിലേക്ക് വരുന്ന സമയത്തേക്ക് ഗംഭീര ഇടിയാണ് അടിക്കുന്നത്. കാരണം വെച്ചാൽ നമ്മൾ പറഞ്ഞില്ല, അതും അവിടെയും ആ ഒരു ചെറുപ്പത്തിന്റെ ഒരു പ്രസരിപ്പുണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഉണ്ട്. അത് ആക്ച്വലി ഈവൻ കുറച്ചും കൂടി ഇതായിട്ടുള്ള ഗണപതി ആയിക്കഴിഞ്ഞാൽ ലുക്മാൻ ആയിക്കഴിഞ്ഞാലും ആ ഒരു എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. വളരെ കിട്ടിലമായിട്ടുള്ള ആക്ച്വലി ഫൈറ്റ് സീക്വൻസും ബോഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഒരു ഓളം ഈ സിനിമേൻ്റെ അകത്ത് ആക്ച്വലി ഫീൽ ചെയ്തു. ഈ സിനിമേൻ്റെ എഡിറ്റിംഗ് ചെയ്തിട്ടുള്ള നിഷാന്ത് യൂസഫാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർ ആക്ച്വലി ജിംഷി ഖാലിദാണ്. ഒരുപാട് റിഗും പരിപാടികളൊക്കെ വെച്ചിട്ട് ക്ലൈമാക്സോട് വരുന്ന സമയത്തേക്കുള്ള ഒരുപാട് പരിപാടികളൊക്കെ അതൊക്കെ വളരെ നന്നായിട്ട് ഫീൽ ചെയ്തു. ചെറിയ ക്യാമറ വളരെ നന്നായിട്ട് ഒരു അലപ്പി പരിപാടി വളരെ നന്നായിട്ട് ചെയ്ത പോലെയും ആക്ച്വലി ഫീൽ ചെയ്തു. കാസ്റ്റിലേക്ക് വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ നെസ്ലിൻ നന്നായി ചെയ്തിട്ടുണ്ട്, ബേബി ജി നന്നായി ചെയ്തിട്ടുണ്ട്. ചില ക്യാരക്ടേഴ്സൊക്കെ വന്നിട്ട് കോട്ടയം നസീറിനെ പോലത്തെ ക്യാരക്ടറൊക്കെ വന്നിട്ട് വന്നു പോയി അങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ്ലി സാറ്റിസ്ഫാക്ടറി ആയോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. അപ്പോൾ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫാക്ടറി ആയെന്ന് വെച്ചാൽ ആ ഒരു പഞ്ച്, അതായത് ആ സിനിമ അവകാശപ്പെടുന്ന ഒരു പഞ്ച് കുറച്ചൊന്ന് പൊടിക്ക് മിസ്സായി എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ. കാരണം അത് വേറൊന്നും കൊണ്ടല്ല, അതായത് ഒരു ടെംപ്ലേറ്റ് സിനിമ ആവണമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. ഇപ്പം വാട്ടെവർ സിനിമ എങ്ങനെ രീതിയിലാണോ അവസാനിച്ചത് അതൊക്കെ ഓക്കെയാണ്. പക്ഷേ ഒരു നമുക്ക് തല്ലുമാലയൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് 15 മിനിറ്റ്സിൽ ആ ഒരു ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച പടം എന്നതിനോട് 100% നീതി പുലർത്തിയിട്ടാണ് ആക്ച്വലി പുറത്തേക്ക് വരിക. അങ്ങനെ രീതിയിൽ നോക്കുന്ന സമയത്ത് നമുക്കൊരു ഇനീഷ്യലി ആ ഒരു പോസിറ്റീവും പരിപാടിയൊക്കെ വന്നതിൻ്റെ ആ ഒരു വൈബ് ലാസ്റ്റിലോട്ടേക്ക് കുറച്ചൊന്ന് പൊടിക്കൊന്ന് താണുപോയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അത് എനിക്ക് ഈ സിനിമയുടെ ഒരു ചെറിയൊരു ബാക്ക് ഡ്രോപ്പ് ആയിട്ട് അതും കൂടിയും അങ്ങനെ ആ ഒരു ഇനീഷ്യലി ക്യാരി ചെയ്ത കംപ്ലീറ്റ് ഓറ വന്നിട്ട് ലാസ്റ്റ് വരെ കൊണ്ടുവരുന്നെങ്കിൽ
വേറെ ലെവലിൽ തന്നെ സിനിമ, വേറെ ലീഗിലേക്ക് പോകുന്ന സിനിമയായിരുന്നു. ഞാൻ കണ്ട തിയേറ്ററിലൊക്കെ കുറച്ചും കൂടി ആളും മേ ബി GCC ഒക്കെ ആയതുകൊണ്ട് കുറച്ചും കൂടി ആൾക്കാർ കുറവാണ്, അങ്ങനെ തള്ളിക്കയറ്റും. പിന്നെ വിഷു ഹോളിഡേ അങ്ങനെയൊന്നും ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പക്ഷേ നാട്ടിലൊക്കെ വളരെ നന്നായിട്ട് വർക്ക് ആവുന്നതാണ്. കുട്ടികളും ഒരു ഓളത്തിന് ഫ്രണ്ട്സും ആയിട്ടൊക്കെ പോയിരുന്ന് കാണാൻ പറ്റിയ ഗംഭീരമായിട്ടുള്ള സിനിമയാണ് ആക്ച്വലി ആലപ്പുഴ ജിംഖാന. നെസ്ലിൻ ഒന്നുകൂടി പറയാം, പുള്ളി സ്ക്രീൻ പ്രസൻസ് ആയാലും പുള്ളിയുടെ കോമഡി ടൈമിംഗ് ഉണ്ടായാലും എപ്പോഴും പിന്നെയും നമ്മൾ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ടു ചൂസ് എ സ്ക്രിപ്റ്റ് ലൈക്ക് ദിസ്, ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് പ്രൈമല് കഴിഞ്ഞിട്ട് വരുന്ന ഒരു സിനിമയ്ക്ക് ഇത്രയും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ്, ഫിസിക്കലി ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് എടുക്കുക, എല്ലാ തരത്തിലും കോമഡി വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഇറ്റ്സ് വെരി ഗുഡ്. വളരെ നന്നായിട്ട് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. അത് കൂടെ തന്നെയുള്ള എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ക്ലീഷേ ഒഴിവാക്കിയിട്ടുള്ള ഒരു ക്ലൈമാക്സ് ശ്രമിച്ച ഖാലിദ് റഹ്മാനും അതൊരു വേറെ ആംഗിളിൽ അത് ഓക്കെയാണ്. ബട്ട് സ്റ്റിൽ ഒരു പഞ്ച്, ആ ക്ലൈമാക്സ് പഞ്ച് കിട്ടാത്ത പോലെ ഫീൽ ചെയ്തു. ആസ് എ ഹോൾ ആലപ്പുഴ ജിംഖാന വന്നിട്ട് നമുക്ക് വിഷു സീസണിൽ അടിച്ചു പൊളിച്ച് കാണാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ഫാമിലി ആയിട്ടും പിള്ളേരായിട്ടും നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സിനിമ. അതായത് ഒരു ഫുൾ ഹൗസ് തിയേറ്ററിലേക്ക് കാണുന്ന സമയത്ത് ഭയങ്കര രസമായിട്ട് വന്നിട്ടുള്ള ഒരു സിനിമയായിട്ട് തോന്നി. സോ ഡു വാച്ച് ആലപ്പുഴ ജിംഖാന ഇൻ യുവർ തിയേറ്റേഴ്സ്.